മഹാബലി സത്യത്തിൽ ജീവിച്ചിരുന്നു. ശരിക്കും മഹാബലി എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. മഹാബലി ദളിതനും ദ്രവീഡിയനും വാമനൻ ബ്രാഹ്മണനുമാണോ? ഇതൊരു ദളിത് ബ്രാഹ്മണ യുദ്ധമാണോ? മഹാബലി യഥാർത്ഥത്തിൽ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ടതാണോ അതോ സുതലത്തിലേക്ക് ഉയർത്തപ്പെട്ടതാണോ? മഹാബലി എന്ന് പറയുന്ന നമ്മുടെ ഓണത്തിന്റെ സെൻട്രൽ ഫിഗേഴ്സിൽ ഒന്നിനെ നമ്മൾ ചരിത്രത്തെ അന്വേഷിക്കുക. കൗതുകം എന്ന് പറയട്ടെ, അമേരിക്കൻ ചരിത്രകാരനായ ജീൻ ഡി മെറ്റ്ലോക്കിന്റെ ഇന്ത്യ വൺസ് റൂൾഡ് അമേരിക്കാസ് എന്ന പുസ്തകത്തിൽ പാതാളം എന്ന് പറഞ്ഞാൽ ദി അതർ സൈഡ് ഓഫ് ദി വേൾഡ് ആണ്, അല്ലെങ്കിൽ ലോകത്തിന്റെ മറുപുറമാണ്. അതായത് ഇന്ത്യയുടെ മറുപുറമാണ് പാതാളമെന്നും ആ പാതാളം ഏൻഷ്യൻ അമേരിക്കയാണെന്നും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ശരിയാണോ? ഇതൊക്കെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. യഥാർത്ഥത്തിൽ മഹാബലിയുടെ ചരിത്രത്തെ അന്വേഷിക്കാൻ നമ്മൾ മലയാളികൾ ബാധ്യസ്ഥരാണ്. കാരണം മഹാബലി എല്ലാ വർഷവും നമ്മളെ അന്വേഷിച്ച് വരികയാണ്. നമുക്ക് ഈ വർഷം മഹാബലി അന്വേഷിച്ചു പോകാം. മഹാബലി ഉണ്ടോ? വ്യത്യസ്ത തിയറികളാണ്, ഹൈപ്പോത്തസിസുകളാണ്, വ്യത്യസ്ത നിലപാടുകളാണുള്ളത്. എല്ലാ നിലപാടുകളെയും ബഹുമാന പുരസ്സരം പരിശോധിക്കുന്നു. ഇത് അറിയേണ്ടത് പ്രധാനമാണ്. ക്രിസ്മസിന് യേശു ക്രിസ്തുവിനെ സ്മരിക്കുന്നത് പോലെ, നബി ദിനത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ സ്മരിക്കുന്നത് പോലെ, ഗാന്ധി ജയന്തിക്ക് മഹാത്മാഗാന്ധിയെ സ്മരിക്കുന്നത് പോലെ ഓണത്തിന് നമ്മൾ മഹാബലിയെ അറിയണം, വാമനെയും അറിയണം. ഇനി വാമന ജയന്തിയാണെന്ന് പറയുന്നത് ടെക്നിക്കലി തിരുവോണ നാളിലാണ് മഹാവിഷ്ണു വാമനാവതാരം എടുക്കുന്നത്. അങ്ങനെയാണ് ചില ആൾക്കാർ, നമ്മുടെ ശശികല ടീച്ചർ അടക്കമുള്ളവർ വാമന ജയന്തിയാണ് എന്ന് പറയുന്നത്. പക്ഷേ ചരിത്രത്തിൽ ദൈവീക രൂപം പൂണ്ട വാമനനും മേലെ നിൽക്കുന്ന ഒരു വ്യക്തിയായി, ശക്തിയായി മഹാബലി മാറിയത് അദ്ദേഹത്തിന്റെ നന്മ കൊണ്ടാണ്. അവിടെ നമ്മൾ ആദ്യം അറിയേണ്ട മഹാബലിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ ഒന്ന്, നിങ്ങൾ പലരും അറിയുമ്പോൾ അത്ഭുതപ്പെടും, മഹാത്മാ ഭൂലെ. അതായത് മഹാത്മാ ഭൂലെ എന്ന് പറഞ്ഞാൽ ജ്യോതിബ ഭൂലെ, മഹാനായ ദളിത് ചിന്തകനാണ്, ദളിത് ഐക്കണാണ്. മഹാത്മാഗാന്ധിക്കും അംബേദ്കറിനും ഒക്കെ മുമ്പ് അതിശക്തമായ രീതിയിൽ ദളിത് സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയൊക്കെയാണ്. അദ്ദേഹം പറയുന്നത് 1827 മഹാത്മാ ഭൂലെ പറയുന്നത് ബലി രാജ്യമാണ് ഐഡിയൽ രാജ്യമെന്നാണ്. അതായത് മഹാത്മാഗാന്ധി രാമരാജ്യമെന്നും യേശുവിന്റെ സ്വർഗരാജ്യമെന്നും ഖലീഫയുടെ സ്വപ്നരാജ്യമെന്നും ഒക്കെ ഉദ്ദേശിച്ച വെൽഫെയർ സ്റ്റേറ്റ് എന്ന ആശയം വെക്കുന്നതിന് വളരെ മുമ്പ് തന്നെ മഹാത്മാ ഭൂലെ ബലി രാജ്യം എന്ന ആശയം പറഞ്ഞു. ആ മഹാബലി നമ്മുടെ തന്നെ ബലിയാണ്. മഹാബലി യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ അടക്കം ആദരിക്കപ്പെടുന്ന ബലി രാജ എന്നൊക്കെ പറയുന്ന ഒരു രാജാവ് കൂടിയാണ്. കേരളത്തിന്റെ മാത്രമല്ല, ചില പുരാണ അടക്കമുള്ള റെഫറൻസുകൾ ഗുജറാത്തിലെ തീരങ്ങളിൽ അല്ലെങ്കിൽ ആന്ധ്രയുടെ തീരങ്ങളിലൊക്കെ മഹാബലിയെ പ്ലേസ് ചെയ്യുന്നു, മഹാരാഷ്ട്രയിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സൗത്ത് ഇന്ത്യയിൽ ശക്തനായിരുന്ന ഒരു ഭരണാധികാരി തന്നെയായിരുന്നു മഹാബലി. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു അസുരനെ ഇത്ര വ്യാപകമായി സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മഹാബലിയാണ്. അപ്പോൾ അതിലൊരു കാസ്റ്റ് ചരിത്രപരമായ കോൺഫ്ലിക്റ്റ് മറ്റും ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ നിഷേധിക്കേണ്ട, നമ്മൾ ഹിന്ദുക്കൾ അതിനെ ഡിഫെൻസീവ് ആകേണ്ട കാര്യമില്ല. മഹാബലിയും വാമനനും ഇന്ന് സുഹൃത്തുക്കളാണ്, ഇന്ന് ഒരുമിച്ചാണ്. എന്നാൽ പണ്ട് അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു സ്പർദ്ധയും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. അപ്പോൾ മഹാബലി എന്ന് പറയുന്നത്, മഹാബലിയുടെ അച്ഛന്റെ പേര് വിരോചനൻ എന്നാണ്, അമ്മയുടെ പേര് ദേവാംബ എന്നാണ്, ഭാര്യയുടെ പേര് വിന്ധ്യാവലി എന്നാണ്. മഹാബലിയുടെ മകന്റെ പേരിൽ കേരളത്തില് ഒരു ഡാം ഉണ്ട്, ബാണാസുര സാഗർ ഡാം, അല്ലെങ്കിൽ ബാണാസുരൻ എന്നൊക്കെയാണ് മഹാബലിയുടെ മകന്റെ പേര്. മഹാനായ ബലി, മിസ്റ്റർ ബലി എന്നാണ് പുള്ളിയുടെ പേര്. മഹാനായ ബലി ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബലവാൻ ആയതുകൊണ്ട് ബലിയെന്നോ അല്ലെങ്കിൽ മറ്റു പേരുകളോ വിളിക്കുന്നതായിരിക്കാം. നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രധാന പ്രശ്നം, ചരിത്രം വേണ്ട രീതിയിൽ ഇത്തരം കാര്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ്. ChatGPT-യോടും AI-യോടും ഒക്കെ ചോദിച്ചാൽ അവർ പറയും മോസ്റ്റ് പോസിബിൾ ടൈം ലൈൻ ഒരു 1500 മുതൽ 1000 BC വരെയുള്ള ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലായിരിക്കണം മഹാബലി ഒരു പക്ഷേ ജീവിച്ചിരുന്നത് എന്നുള്ളതാണ്. മഹാബലിയെ കുറിച്ച് എക്സ്പ്ലിസിറ്റ് പരാമർശങ്ങളിലെങ്കിലും പ്രാചീന ഋഗ്വേദത്തിൽ വിഷ്ണുവിന്റെ ത്രിവിക്രമനെ കുറിച്ച് ഉള്ളൊരു സങ്കല്പമുണ്ട്. ഭാഗവത പുരാണം സ്കന്ധം 8 ചാപ്റ്റർ 18-23 ഒരു ഫുൾ ബലി വാമന നറേറ്റീവിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നത്. വിനോദ് കാളിദാസന്റെ സ്റ്റഡീസ് എ കിങ് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് റീവിസിറ്റിംഗ് ദ പോപ്പുലർ ആൻഡ് ട്രൈബൽ മിത്സ് ഓഫ് മഹാബലി ഫ്രം കേരള, നമ്മുടെ ആദിവാസി സമൂഹങ്ങളിലെ മഹാബലിയുടെ സങ്കല്പങ്ങളെ കുറിച്ച് കൃത്യമായി സൂചിപ്പിക്കുന്നു. എറിക് സോറെങ്ക് ആൻഡ് ഹർഷ കുര്യാക്കോസിന്റെ മിത്ത് ഓഫ് വാമന ആൻഡ് മഹാബലി എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടും ഈ വിഷയങ്ങളെ കുറിച്ച് പറയുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ പല ആൾക്കാരും, ശ്രീ MGS നാരായണനും ശ്രീ MG ശശിഭൂഷൺ സാറടക്കം ഒരുപാട് പേർ ഇതിനെ കുറിച്ച് പറയുന്നു. അപ്പൊ 2-3 കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാം. ഒന്ന്, മഹാബലി ചരിത്രത്തിൽ ഭരിച്ചിരുന്നൊരു രാജാവാണ്.
ആ രാജാവിനോടൊപ്പം കഥയും കാവ്യവും പുരാണവും എല്ലാം കൂടെ ചേർന്നാണ് ഇന്നുള്ള കാര്യം വരുന്നത്. രണ്ട്, ഈ മഹാബലിയുടെ ഓലക്കുട അടക്കമുള്ള കാര്യങ്ങൾ വാമനനിൽ നിന്ന് എടുത്തതാണ്, പിന്നീട് എല്ലാം കൂടെ സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. മഹാബലിയുടെ രൂപം നമ്മുടെ ശ്രീ വി ടി ബൽറാം ഒക്കെ ഒരു നെഹ്റൂവിയൻ ലെഫ്റ്റ് സ്പേസിൽ നിന്ന് പലപ്പോഴും മഹാബലി ഇങ്ങനെയാണ് ഇരുന്നതെന്ന് പറയാറുണ്ട്. അത് ശരിയാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതായത് മഹാബലി അസുര വംശത്തിൽ പെടുന്ന വ്യക്തിയാണ്. ഈ ദേവന്മാരും അസുരന്മാരും തമ്മിൽ സ്ഥിരം ക്ലാഷ് ഉണ്ട്. ഈ ദേവന്മാരെ സംരക്ഷിക്കാനാണ് പലപ്പോഴും മഹാവിഷ്ണു അവതാരം എടുക്കുന്നത്. അസുരന്മാർ കൂടുതൽ സപ്പോർട്ട് തേടുന്നത് പരമശിവനിൽ നിന്നുമാണ്. ഒരു ജാതിയെന്നോ വംശമെന്നോ വർഗമെന്നോ പറയുന്നില്ല, രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ആ വിഭാഗങ്ങളുടെ ക്ലാഷ് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും കൂടെ പറയാം. ഇനി ജീൻ ഡി മെറ്റ്ലോക്കിന്റെ ഹൈപ്പോത്തിസും കൂടെ പറയാം. ജീൻ ഡി മെറ്റ്ലോക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് മഹാബലിയുടെ റെഫറൻസ് പറയുന്നില്ല, പക്ഷേ ഇന്ത്യ വൺസ് റൂൾഡ് അമേരിക്കാസ് എന്ന പുസ്തകത്തിൽ ജീൻ ഡി മെറ്റ്ലോക്ക് പറയുന്നത് ഇന്ത്യയുടെ മറുഭാഗമാണ്. ഉദാഹരണം, ഇതാണ് ഒരു ഗ്ലോബെങ്കിൽ ഈ ഗ്ലോബിന്റെ മറുവശമാണ് ഇന്നത്തെ സൗത്ത് അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കാസ്. അപ്പോ ആ ഭാഗങ്ങളിലെ സംസ്കാരവും പ്രാചീന അമേരിക്കൻ ഇന്ത്യൻ സംസ്കാരങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ കൃത്യ വാക്കുകൾ എടുത്താൽ പ്രാചീന മെക്സിക്കോ അടക്കമുള്ള കാര്യങ്ങളിലെ പ്രദേശങ്ങളുമായി ഇന്ത്യൻ സംസ്കൃതിക്ക് ബന്ധമുണ്ട്. അപ്പോ അമേരിക്ക ഈ പഴയ ഇന്ത്യയുമായിട്ട്, അതായത് ആധുനിക അമേരിക്ക അല്ല, ക്രിസ്റ്റഫർ കൊളംബസിന് ശേഷമല്ല, അതിന് മുമ്പുള്ള കാര്യങ്ങൾ. അപ്പൊ മഹാബലിയെ കുറിച്ച് ഒരുപാട് തിയറീസ് ഉണ്ട്. അപ്പൊ 2-3 കാര്യങ്ങൾ അതിൽ നമുക്ക് നിഷ്പക്ഷമായി അനുമാനിക്കാനും കഴിയും. ഒന്ന്, അതിലൊരു 2 വിഭാഗങ്ങളുടെ സംഘർഷം ഉണ്ടായിരുന്നു. അങ്ങനെ മഹാബലിക്ക് അധികാരം നഷ്ടമായതാണ്. സുതലത്തിലേക്ക് ഉയർത്തിയതാണെന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഷുഗർ കോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. യഥാർത്ഥത്തിൽ ചവിട്ടിത്താഴ്ത്തി എന്ന് പറഞ്ഞാൽ, പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് പറഞ്ഞാൽ നാട് കടത്തപ്പെട്ടു എന്ന് മാത്രമാണ് അർത്ഥം, അല്ലെങ്കിൽ മഹാബലിയെ നാട് കടത്തി എന്നുള്ളതാണ് അർത്ഥം. ഒരു കാലത്ത് വാമനനും മഹാബലിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റോ അല്ലെങ്കിൽ എതിർ ദിശകളിലോ ഒക്കെ ആയിരുന്നിരിക്കാം. എന്നാൽ ഇന്ന് മഹാബലിയും വാമനും തമ്മിൽ നമ്മൾ അങ്ങനെ ഒരു കാസ്റ്റോ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിന്റെ ആവശ്യമില്ല. നമ്മൾ മലയാളികൾ ആഘോഷിക്കണം. വാമനനും മഹാബലിക്കും നമുക്ക് സ്ഥാനം കൊടുക്കാം. പക്ഷെ മഹാബലിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. മഹാബലി ആ രാമരാജ്യത്തിന്റെ, ബലിരാജ്യത്തിന്റെ, സ്വർഗരാജ്യത്തിന്റെ, സ്വപ്നരാജ്യത്തിന്റെ ഒക്കെ ഒരു ഭൂമിയിലെ ലക്ഷണമാണ്. ആ വെൽഫെയർ സ്റ്റേറ്റ് നമുക്ക് വരട്ടെ എന്ന് ആലോചിക്കാം. പക്ഷെ മഹാബലിയുടെ ചരിത്രം കൗതുകമുള്ളതാണ്. നമ്മളെ ചരിത്രത്തിൽ ഭരിച്ച നന്മയുള്ള ഏറ്റവും നല്ലവനായ ആ രാജാവിനെ സ്മരിക്കാനും ആ മാതൃകകൾ മനസ്സിലാക്കാനുള്ള അവസരം കൂടി എടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. വ്യത്യസ്ത പെർസ്പെക്റ്റീവ് ഉണ്ട്. അതിലൊരു ദളിത് ആര്യനല്ല, ദളിത് ഒരു ബ്രാഹ്മണ പെർസ്പെക്റ്റീവ് ഉണ്ട്, ഹിന്ദു പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇന്ന് മഹാബലി എല്ലാവരുടെയുമാണ്. നമുക്ക് നഷ്ടമായ ഒരു സുവർണ കാലഘട്ടത്തെ കുറിച്ചുള്ള സ്മരണകളാണ്. അതുകൊണ്ട് ആരെയും വില്ലനൈസ് ചെയ്യേണ്ട, വാമനനെയും വില്ലനൈസ് ചെയ്യേണ്ട, മഹാബലിയെയും വില്ലനൈസ് ചെയ്യേണ്ട. പകരം പഴയ ഒരു ലോകത്തിൽ നിന്ന് ചരിത്രത്തിന്റെ ഒരുപാട് ഏടുകൾ പഠിക്കാനുള്ള നന്മയുള്ള ഒരു ഏടായി നമുക്ക് മാറാം. അതോടൊപ്പം ജീൻ ഡി മെറ്റ്ലോക്കിന്റെ അടക്കമുള്ള പാതാള ഹൈപ്പോത്തസിസും ചിന്തിക്കാം. പഴയ കാലത്ത് ആ രീതിയിൽ ലോകം കുറെ കൂടി എന്താ പറയുക, വ്യത്യസ്ത കൾച്ചേഴ്സ് ആയിരക്കണക്കിന് വർഷങ്ങളിൽ ഒരു പക്ഷേ കോണ്ടാക്ട് ചെയ്തിരുന്നിരിക്കാം. അപ്പൊ എന്തായാലും മഹാബലി തമ്പുരാന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് മഹാബലിയുടെ ആ നല്ല ആശയങ്ങൾ സ്വാംശീകരിക്കാൻ നമുക്കാകട്ടെ.